KMRL നിന്ന് വീണ വിജയന് കോടികൾ നോക്കുകൂലി കിട്ടിയത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പണം തട്ടാൻ മാത്രമായി പദ്ധതികൾ കൊണ്ടുവരുന്നു. AI ക്യാമറ വരെ കക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നും മാർട്ടിൻ ആരോപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന നയങ്ങൾക്കെതിരെ UDF കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CMRൽ നിന്ന് വീണ വിജയന് 2.7 കോടി രൂപ നൽകിയത് നഗ്നമായ അഴിമതി തന്നെയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് ഈ നോക്കുകൂലി കിട്ടിയത്. മുഖ്യമന്ത്രിയുടെ മകള് ഈ കരിമണൽ കമ്പനിയായി എന്ത് ബന്ധമാണുള്ളത്? വീണയ്ക്ക് പണം ലഭിക്കണമെങ്കിൽ, വീണയ്ക്ക് നോക്കുകൂലി ലഭിക്കണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ പണം ലഭിക്കുമോ? ഏതെങ്കിലും ഒരു സ്ത്രീ വിചാരിച്ചാൽ ഈ നോക്കുകൂലി ലഭിക്കും? നിങ്ങൾ പരിശോധിക്കണം. ഒന്നും ചെയ്യാതെ, ഒരു ചുണ്ണാമ്പും ചെയ്യാതെ 2,70,00,000 രൂപ കിട്ടണമെങ്കിൽ SFIO കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ 2,70,00,000 രൂപ ലഭിച്ചിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്. അല്ലാതെ ഒരു സാധാ സ്ത്രീക്ക് ഈ കമ്പനി ഈ പണം കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് ഉത്തരവാദി കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. കക്കാൻ വേണ്ടിയാണ് AI ക്യാമറ സ്ഥാപിച്ചത്, അതും മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി. എല്ലാത്തിലും മുഖ്യമന്ത്രിയുടെ മകൾ കക്ഷിയാണ്. സ്വർണ്ണക്കടത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഏത് കേസ് എടുത്താലും ലൈഫ് മിഷൻ പദ്ധതി മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയാണ്. കക്കാൻ വേണ്ടി വെച്ച AI ക്യാമറ അത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയാണ്. എല്ലാ തരത്തിലും അതിന്റെ വിഹിതങ്ങളെല്ലാം പോകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയാണ്. ഈ മുഖ്യമന്ത്രിയുടെ മകള് എന്ന് പറയുമ്പോൾ അത് വരുന്നത് മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ്, മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സർവത്ര അഴിമതിയാണ് നടക്കുന്നതെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു. ആശാവർക്കർമാരുടെ സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ PSC അംഗങ്ങൾക്കും ഗവൺമെന്റ് പ്ലീഡർമാർക്കുമൊക്കെ ശമ്പളം വർദ്ധിപ്പിച്ച് നൽകുകയാണ്. ഒരു പണിയുമില്ലാത്ത വക്കീലന്മാർക്കാണ് 30,000 രൂപ വർദ്ധിപ്പിച്ചത്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത KV തോമസിനും ലക്ഷങ്ങൾ കൊടുത്തുവെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു. 1,80,000 രൂപയുടെ വർധനവാണ് ഇവിടെ PSC മെമ്പർമാർക്ക് വന്നിരിക്കുന്നത്. സാധാരണക്കാരായ ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ഗവൺമെന്റ് വക്കീൽ പ്ലീഡർമാർ അവർക്ക് 30,000 രൂപയാണ് മാസം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 30,000 രൂപ. ഈ വക്കീലന്മാർ എന്തു പണിയാണ് എടുക്കുന്നത്? ഈ വക്കീലന്മാര് ഇവിടെ ഗവൺമെന്റിന് വേണ്ടി വാദിക്കുന്നുണ്ടോ? ഗവൺമെന്റിന് വേണ്ടി വാദിക്കുന്നില്ല. വാദിക്കേണ്ടി വരുമ്പോൾ അവിടെ സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് വക്കീലന്മാരെ കൊണ്ടുവന്നാണ് ഇവിടെ വാദിക്കുന്നത്. ഇവിടെ വെറുതെ പൈസ മേടിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് പ്ലീഡർമാരിരിക്കുന്നത്, വക്കീലന്മാരിരിക്കുന്നത്. അവർക്ക് മാസം 30,000 രൂപ വെച്ചാണ് ഈ ഗവൺമെന്റ് കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? അവരിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഈ 30,000 കൂടുതൽ കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഈ CPMന്റെ പാർട്ടിക്ക് CPM ആഫീസിലേക്കാണ് പണം പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ആശാവർക്കർമാർക്ക് പൈസ കൊടുത്താൽ അത് CPMന്റെ ആഫീസിലേക്കല്ല പോകുക, അവരുടെ വീട്ടിലേക്കാണ് പോകുക. പക്ഷേ ഇവിടെ ഗവൺമെന്റ് പ്ലീഡർമാർക്കും വക്കീലന്മാർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്താൽ ആ ശമ്പളം അത് CPMന്റെ ഓഫീസിലേക്കാണ് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ KV തോമസിന് 11 ലക്ഷം രൂപ മാസം കൂട്ടിക്കൊടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? എന്താണ് അദ്ദേഹത്തിനെ കൊണ്ട് ഈ സംസ്ഥാനത്തിന് ഗുണം എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ അടിമുടി പൊളിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. അസഹിഷ്ണുതയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. സമരക്കാരെയെല്ലാം ശത്രുക്കളായാണ് കാണുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കൃത്യമായി ഫണ്ട് നൽകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച് നടപടി തിരുത്തുക, അധികാര വികേന്ദ്രീകരണം അട്ടിമറിക്കുന്ന നയങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF സംഘടിപ്പിച്ച രാപ്പകൽ സമരം കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KP താഹിർ അധ്യക്ഷത വഹിച്ചു. CM ഗോപിനാഥൻ, മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, C സമീർ, VV പുരുഷോത്തമൻ, MP മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് റഷീദ് കവായ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.